ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ദേ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്താണുള്ളത്. എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മരുന്നുകളൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാണെന്ന് അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മളെ കർക്കിടകമൊക്കെ വന്നു, നല്ല മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ഡേ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതേ ഞാൻ ചങ്ങലം പരണ്ട പറിച്ചു. പിന്നെ ഇതേ കീഴാർനെല്ലി പറിക്കാൻ വേണ്ടി പോയതാണ്. എന്താണെന്ന് അറിയില്ല ഗൈസ്, ഇപ്രാവശ്യം കീഴാർനെല്ലി അത്രയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പറമ്പ് നിറയെ കീഴാർനെല്ലിനെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്, അത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം ഉണ്ട് കേട്ടോ. തഴുതാമയാണ് പറിക്കുന്നത്. തഴുതാമ വള്ളിച്ചെടി പോലെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. നിലത്തിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. പിന്നെ അതേ കല്ലുരുക്കിയാണ്. കല്ലുരുക്കിയൊക്കെ ഇവിടെ കുറേ ഉണ്ട്. ഞാൻ ഒന്നോ രണ്ടോ ചെടി പറിച്ചിട്ടുണ്ട്. പൂവാങ്കുരുന്നാണ്, ഒരു നീല പൂവുണ്ടാവും. പൂവാങ്കുരുന്ന് കിട്ടി. പിന്നെ തുളസീൻ്റെ ഒരു കുഞ്ഞു തൈ കിട്ടിട്ടോ. തുളസി ഇടുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇടാറുണ്ട് സാധാരണ. ഇതേ മുക്കുറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസേ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളൂ. ഇനിയും കുറേ സാധനങ്ങളൊക്കെ തുമ്പയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം പോലും മഷി ഇട്ടാൽ പോലും കാണില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. എന്തായാലും ഞാനിതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. വേരും പിന്നെ ചെടിയും തമ്മിൽ മാറ്റി വെക്കുന്നുണ്ട്, ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒരു 10 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടുണ്ടാവും കേട്ടോ. മണ്ണ് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് കഴുകിയത്. എനിക്ക് വേണ്ടിയിട്ട് ഉണങ്ങലരിയാണ് കേട്ടോ എടുത്തത്. കഴിഞ്ഞ വർഷം വരെ ഞാൻ ഉണ്ടാക്കിയത് സാധാ അരിയിലായിരുന്നു. ഉണങ്ങലരി സാധാ വെള്ളത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. ശരിക്കും ഉണ്ടാക്കേണ്ടത് 3 തേങ്ങാപ്പാലിലോ അങ്ങനെയാണ് ഉണ്ടാക്കുക. വെള്ളം ഒഴിക്കാണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാനിത് ഒരു 1 പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതേ ഞാൻ ഈ മരുന്നൊക്കെ കൂടി അത്യാവശ്യത്തിലധികം വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. കാരണം ഇത് അടിയുമല്ലോ വെള്ളം ഇല്ലെങ്കിൽ. അപ്പോൾ വെള്ളം ഒഴിച്ച് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാൽ ആദ്യം കഞ്ഞി വെന്തതിന് ശേഷം തേങ്ങാപ്പാൽ ആദ്യം ഒഴിക്കുക. എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഈ മരുന്നും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ. ഈ ഒരു പച്ചമരുന്നിൻ്റെ ഒരു ചൊയ്യോ കാര്യങ്ങളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് പച്ചമരുന്നുകൾ ഇനിയും ഇടാം. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു മുക്കുറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഒരു ഐറ്റം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ മുക്കുറ്റി മാത്രം ഒരു ദിവസം ഇട്ടിട്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ കറുകപ്പുല്ലോ അല്ലെങ്കിൽ കീഴാർനെല്ലിയോ മാത്രം ഇട്ടിട്ട് ഓരോ ദിവസം ഓരോ തരത്തിലുള്ള കഞ്ഞി കുടിക്കുക കേട്ടോ. ഈ ഒരു ഇത്രയും ദിവസം, അതായത് ഈ ഒരു കർക്കിടകം കഴിയുന്നവരെ ശരീരം നന്നായിട്ട് നോക്കുക, നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കുക എന്നൊക്കെ പറയുമല്ലേ. ഞാനൊക്കെ ഈ കഞ്ഞി 5 വർഷമായിട്ടുള്ളൂ കേട്ടോ കഴിക്കാൻ തുടങ്ങിയിട്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാനിത് ആദ്യമായിട്ട് കുടിക്കുന്നത്. പിന്നെ ഞാനിത് സ്ഥിരമാക്കി എല്ലാ വർഷവും ഉണ്ടാക്കലുണ്ട്. അതായത് ഇവിടെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കും, ഇനി അവിടെയാണെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കും. മിക്കവാറും ഇവിടെ വരലുണ്ട്, കാരണം മരുന്നൊക്കെ കുടിക്കാനുള്ളതിനെ കൊണ്ട് ഇവിടെ വരലുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഞാനൊക്കെ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞ് കുഞ്ഞുനാൾ മുതലേ കണ്ടുകൊണ്ടിരുന്നത് മറ്റേ ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. അതൊന്നും നമുക്ക് തരില്ലായിരുന്നു കുടിക്കാൻ. കാരണം പെൺകുട്ടിയെ കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണ് കുടിക്കാൻ പാടില്ലാത്തതെന്ന് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴും അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.